അത് എൻ്റെ ഒരു മാതൃഭൂമിയിൽ വന്നൊരു കഥയാണ്. 3 ലക്കമായിട്ട് വന്ന കഥയാണ് ആ തിരക്കഥ ഉണ്ടാക്കിയത്. ഒരു നാൻസി റൊസാരിയോ എന്ന് പറയുന്നൊരു പെൺകുട്ടിയുടെ കഥയായിട്ട് അതിലെല്ലാവരും അത് ആ കഥ ഇഷ്ടപ്പെട്ടിട്ടാണ് KP കുമാരൻ അദ്ദേഹം എന്നെ ചോദിക്കുന്നത്. അതിൻ്റെ ഒരു ഫിനിഷിങ്, കഥയുടെ ഒരു ക്ലൈമാക്സ് ഒക്കെ വേറെ ആയിരുന്നു. അദ്ദേഹം ഞാൻ കൊടുത്തു, എഴുതി കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു KP കുമാരന്. അദ്ദേഹത്തിൻ്റെ അതിഥി എന്ന പടം ആദ്യകാലത്തൊക്കെ ക്ലാസിക് പടമായിരുന്നു. ഞങ്ങൾ കോളേജ് കാലത്താണ് ഈ സ്വയംവരമൊക്കെ ഇറങ്ങുന്ന ആ സമയത്താണ് സ്വയംവരം ഇറങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു ലെവലിൽ നമ്മൾ സിനിമ കാണുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. രമ്യ കൃഷ്ണൻ വരാൻ കാരണം, രമ്യ കാസ്റ്റ് ചെയ്ത ഒരു ആർട്ടിസ്റ്റിനെ ഏതൊരു പുതുമുഖത്തെ കണ്ടുപിടിച്ചാണ്. അത് ശരിയായിട്ടില്ല. അപ്പം എന്നോട് രമ്യ കുമാരൻ ചോദിച്ചു ഒരാളെ കിട്ടാൻ എന്താ വഴി എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ മദ്രാസിലെ ഉതിരിപ്പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയുടെ നിർമ്മാതാവുണ്ട്, അദ്ദേഹമായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് കൃഷ്ണൻ്റെ മകളാണ് രമ്യ. അങ്ങനെ രമ്യ കൃഷ്ണാവുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ചു, ഞാൻ പോയി കണ്ടു. എനിക്കിഷ്ടമായി ആ ക്യാരക്ടറിന്. അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്തു, അവരെ കണ്ടു. കുമാരന് അത് ഇഷ്ടമായി. അവർ വന്നു. ആദ്യത്തെ പടം രമ്യകൃഷ്ണൻ്റെ ആദ്യത്തെ പടമാണ് നേരം പുലരുമ്പോൾ. പിന്നെ അവര് നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു അവരായിട്ട്. ഞാൻ കുറച്ചു കാലമൊക്കെ അവരെ കണ്ടിരുന്നു, ഇടക്കിടക്കൊക്കെ മദ്രാസൊക്കെ കാണും. പിന്നീട് അവരവരുടേതായ വഴികളിലേക്ക് പോയി, ഞാൻ എൻ്റെതായ ഇപ്പൊ കണ്ടു കുറെ കാലമായി. ഇനിയിപ്പോ കണ്ടാൽ തിരിച്ചറിയുന്ന പോലും എനിക്കറിയില്ല. അവരുടെ മനസ്സിലത് അതെ മലയാളത്തിൽ നല്ല അസാധ്യ ആക്ട്രസ് ആണ്. അസാധ്യ ആക്ട്രസ് ആണ്. എനിക്ക് ആഗ്രഹമുണ്ട് അവരെ കാണണം.